ശ്രീ വിനു ജോബ് കുഴിമണ്ണിൽ, എനിക്ക് 2 മിനിറ്റ്. 16ാം നിയമസഭയിൽ ബഹുമാനപ്പെട്ട ഗവർണർ അവതരിപ്പിച്ച നയപ്രഖ്യാപനത്തിന് ശ്രീ എം വിൻസെൻ്റ് അവതരിപ്പിച്ച നന്ദി പ്രമേയത്തിന് ഞാൻ പൂർണ്ണ പിന്തുണ അറിയിക്കുകയാണ്. ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ ഈ നിയമസഭയിൽ നിങ്ങളെ എല്ലാവരെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാൻ അവസരം നൽകിയ ദൈവത്തിന് ഞാൻ ആദ്യം നന്ദി പറയുന്നു. ഒപ്പം തന്നെ കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാനും എൻ്റെ നേതാവുമായ ശ്രീ PJ ജോസഫ് സാറിനെ ബഹുമാനപൂർവ്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ ചങ്ങനാശ്ശേരിയെ 4 പതിറ്റാണ്ടോളം നയിച്ച ശ്രീ CF തോമസ് സാറിനെ സ്മരിച്ചുകൊണ്ടും ഞാൻ തുടങ്ങട്ടെ. എന്നെ ഞാനാക്കിയ പ്രബുദ്ധരായ ചങ്ങനാശ്ശേരിയിലെ ജനങ്ങൾക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ ആദ്യം നന്ദി അർപ്പിക്കുകയാണ്. ഒരു ഗ്രാമത്തിൽ പതിവില്ലാതെ സന്ധ്യാസമയത്ത് ഏറെ ഇരുട്ട് അനുഭവപ്പെട്ടപ്പോൾ അവിടെ ഒരു വൃദ്ധനായ മനുഷ്യൻ വന്ന് റോഡരികിൽ ഒരു വിളക്ക് തെളിച്ചു. ഇത് കണ്ട് മറ്റൊരു വ്യക്തി ഇവർ വിളക്ക് തെളിച്ചു. ഇത് തന്നെ എല്ലാവരും ആവർത്തിച്ചപ്പോൾ ആ ഇരുട്ടായ പ്രദേശം മുഴുവൻ, ആ ഗ്രാമം മുഴുവൻ പ്രകാശം പരന്നിരിക്കുന്നു. കേരളത്തിൽ 102 വിളക്കുകൾ തെളിഞ്ഞിരിക്കുകയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതിൻ്റെ പ്രകാശം ഉണ്ടായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മലയാളികൾ കാണാൻ കൊതിച്ച, കേൾക്കാൻ ആഗ്രഹിച്ച സമസ്ത മേഖലയിൽ നന്മയുടെ അംശം അടങ്ങിയിരിക്കുന്ന ഒരു നയപ്രഖ്യാപനമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. അതിനു മുമ്പ് തന്നെ ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിൽ തന്നെ ചങ്ങനാശ്ശേരിയിലെ സൗന്ദര്യമുള്ളൊരു ഗ്രാമമായ മാടപ്പള്ളിയെ കീറിമുറിച്ചുകൊണ്ട് കേരയിൽ എന്ന പദ്ധതി വേണ്ട എന്ന് തീരുമാനമെടുത്ത മലയാളികളുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ സാറിന് ചങ്ങനാശ്ശേരിക്കാരുടെ ഒരു ബിഗ് സല്യൂട്ട് നൽകുന്നു. പ്രിയപ്പെട്ടവരെ, സാർ, കേരളത്തിലെ ജനങ്ങൾ നെഞ്ചിലേറ്റിയ ഒരു വലിയ സ്വപ്ന പദ്ധതിയാണ് ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതി. പ്രഭാതം മുതൽ സായാഹ്നം വരെ ഓരോ വീടുകൾ തോറും കയറിയിറങ്ങി ക്ഷേമ അന്വേഷണം നടത്തുന്ന ആശാ വർക്കർമാരെ പുറംകാലുകൊണ്ട് തള്ളിക്കളഞ്ഞിട്ടും അവരെ നെഞ്ചോട് ചേർത്ത് നിർത്തിയ ഒരു ഭരണാധികാരിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പ്രതിവർഷം 25 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പാവങ്ങളുടെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേരിൽ തുടങ്ങിയത് എത്രയോ വലിയൊരു ആശയമാണ്. ഞാൻ പ്രതിദാനം ചെയ്യുന്ന ചങ്ങനാശ്ശേരി അപ്പർ കുട്ടനാട് പ്രദേശമാണ്. ഇവിടുത്തെ നെൽകർഷകരെയും മറ്റ് കർഷകരെയും ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില സമയബന്ധിതമായി നൽകുമെന്നും ഉൽപ്പാദന ചെലവ് കുറയ്ക്കുവാൻ വേണ്ടി നടപടി സ്വീകരിക്കുമെന്നും പ്രഖ്യാപിച്ചത് കർഷകർക്ക് ആശ്വാസമാണ്. നെൽകർഷകർക്ക് ഉൽപ്പന്നങ്ങൾക്ക് മേൽ നൽകുന്ന ലോൺ മാറ്റി പകരം ഒരു റിവോൾവിംഗ് ഫണ്ട് സംവിധാനം ഏർപ്പെടുത്തണമെന്ന് കർഷകർ ആഗ്രഹിക്കുന്നു. നമ്മുടെ രാജ്യത്ത് നിക്ഷേപം ആകർഷിക്കുന്നതിന് വിദേശ മലയാളികളുമായി സഹകരിച്ച് ഗ്രാമങ്ങളിൽ പുതിയ വ്യവസായ പാർക്കുകൾ തുടങ്ങുന്നത് യുവജനങ്ങൾക്ക് നാടിനെ പറ്റിയുള്ള പ്രതീക്ഷകൾക്ക് ജീവൻ വെക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ചങ്ങനാശ്ശേരിയിൽ മഞ്ഞക്കുറ്റികളാൽ നിറഞ്ഞ മാടപ്പള്ളി പ്രദേശത്ത് ഭൂമി ലഭ്യതയുള്ളതിനാൽ ഒരു വ്യവസായ പാർക്ക് തുടങ്ങണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് അഭ്യർത്ഥിക്കുകയാണ്. ഒരു നാടിൻ്റെ അടിസ്ഥാന വികസനം ആ നാടിൻ്റെ റോഡാണ്. ഒറ്റ മിനിറ്റ്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ മികച്ച സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുതിയ ബൈപ്പാസുകളും നിലവിൽ ഉള്ളത് 4 വരി പാതയാക്കുമെന്ന തീരുമാനം സ്വാഗതാർഹമാണ്. 5 വിളക്കിൻ്റെ നാടായ ചങ്ങനാശ്ശേരി പൗരാണിക നിറഞ്ഞ മാർക്കറ്റ്, എന്നാൽ ഗതാഗത കുരുക്കിനാൽ നട്ടം തിരിയുന്ന യാത്രക്കാർ. ഇതിന് ശാശ്വത പരിഹാരമായി ചങ്ങനാശ്ശേരിക്കാർക്ക് ഒരു പടിഞ്ഞാറൻ ബൈപ്പാസ് ഞങ്ങളുടെ സ്വപ്ന പദ്ധതിയാണ്. ഞങ്ങൾക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന ഈ ഗവൺമെൻറ്റിന് നന്മ നിറഞ്ഞ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് 1000 പിന്തുണയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.